എന്താണ് നിലവിൽ കൊച്ചിയിലെ സാഹചര്യം നോക്കാം. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, അങ്ങനെ നമ്മൾ ദിവസങ്ങളായി കേൾക്കുകയാണ് ഹോട്ടലിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വലിയ പ്രതിസന്ധിയുണ്ട്. അങ്ങനെ ഹോട്ടൽ റെസ്റ്റോറന്റ് മെനു പരിഷ്കരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ വിലവർധന കൂടി വരുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് ഈ ഹോട്ടൽ ഉടമകൾ കാണുന്നത്? ഹോട്ടലുകളിലും ഭക്ഷണത്തിന്റെ വില എത്രത്തോളം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്? ഒരു ചായക്ക് നേരത്തെ 12 രൂപയാണ് കൊടുത്തെങ്കിൽ അത് 15 രൂപയിലേക്ക് വരെ പലയിടത്ത് എത്തിയിട്ടുണ്ട്. സാമാന്യ രീതിയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്കും, അതായത് ചെറുകടിക്ക് പോലും വില കൂടുന്നൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോസ്റ്റലിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന പൗരസറിൻ്റെ അടുത്താണ്. ചേട്ടൻ 10-15 കൊല്ലമായിട്ട് ഈ പരിപാടിയായിട്ട് നിൽക്കുന്നതാണ്. മൊത്തം പെട്ടു എന്ന് പറയാം. കാരണം ഈ ഹോസ്റ്റൽ വ്യവസായം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സർവീസാണ്. ശരിക്കും ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ ചുരുക്കം, ജോലിക്കാർക്കും യുവാക്കൾക്കൊക്കെ വളരെ ചുരുക്കത്തിൽ, അതായത് ഏകദേശം ഒരു 150 രൂപ 200 രൂപയ്ക്ക് ഇടകരുന്ന ഒരു എമൗണ്ടിനാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ ഇവർക്ക് ഫുഡും അക്കോമഡേഷൻ കൂടി കൊടുക്കുന്നത്. പൈസക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇല്ല, പൈസക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസ്, ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു സിലിണ്ടറിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 30,000 രൂപയുടെ അഡീഷണൽ എക്സ്പെൻസ് ആണ് നമുക്ക് വേണമെങ്കിൽ. നമുക്ക് കാശ് കൂട്ടേണ്ട വരും എന്ന് പിള്ളേരോട് പറഞ്ഞു. കാശ് കൂട്ടുന്നപ്പോൾ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10-600 ഹോസ്റ്റലുകൾ എറണാകുളത്ത് മാത്രമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഇത് നമുക്കൊരു സാമൂഹ്യ സേവനമല്ല, നമ്മളിതൊരു ബിസിനസ്സും ജീവിതമാർഗവും കൂടിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും കുറച്ച് വലിയൊരു സെറ്റപ്പാണ്. എന്നാൽ ഇത് ഏകദേശം ഇതിനകത്ത് ഒരു 60% ഹോസ്റ്റൽ നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് വനിതകളാണ്. പലരും ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെയുള്ള അവർക്ക് ജീവിതമാർഗം വേറെ ഇല്ലാതെ അവർ ചെയ്യുന്ന ഈ ഒരു വരുമാനം മാത്രം പഠിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? ഇത്രയും രൂപയ്ക്ക് ഒന്നും അത് ഗ്യാസ് കിട്ടുന്നില്ല. നമുക്ക് തന്നെ നമ്മൾ അധികാരികളൊക്കെ സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഹോസ്റ്റലുകാർക്ക് കുറച്ച് സിലിണ്ടറുകൾ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ കിട്ടുന്ന സാധനത്തിന് ഇതാണ് ഇപ്പോൾ അവസ്ഥ വരുന്നത്. അപ്പോൾ നമുക്ക് ഫീസ് കൂട്ടാതെ നിവൃത്തിയില്ല. നമുക്ക് ഏകദേശം എത്ര ശതമാനം വരെ കൂട്ടേണ്ടി വരും? അപ്പം ഞങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 10% നമുക്ക് ഫീസ് വർധന ആയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല. ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കഴിഞ്ഞ 2-3 വർഷമായിട്ട്, കഴിഞ്ഞ 2 വർഷം 10 വർഷമായിട്ട് ഇത് വില കൂടുമ്പോഴും നമ്മൾ എറണാകുളത്ത് പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഫീസ് കൂട്ടാറില്ല. ഏകദേശം 5500, 5000, 4500 ഈ റേഞ്ചിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പല പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുമെങ്കിലും അത് ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. കാരണം ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷനാണ്. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. പക്ഷെ കൂട്ടാതെ ഇനിയിപ്പോൾ നമുക്ക് ഇത് കൂട്ടാതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നും നമുക്ക് ഒരു രീതിയിലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, പണ്ടേ ദുർബലം പിന്നെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിലവിൽ ഈ ഹോസ്റ്റൽ വ്യവസായം പോകുന്നത്. അത്യാധുനിക സൗകര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ, അതായത് ഇത് കുക്കറാണ്, ചോറുണ്ടാക്കുന്ന കുക്കറാണ്. ഇത് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഗ്യാസിൽ ചെയ്യുന്നത് കാരണം ഇതിന് വേറൊരു സിസ്റ്റം ഇല്ല. കാരണം ഇതൊരു 50 കിലോ ഒക്കെ നമ്മൾ വെക്കേണ്ടി വന്നാൽ നമുക്ക് അത് വിറകിൽ വെക്കാനുള്ള ഒരു സിസ്റ്റം ഞങ്ങളുടെ ഈ കിച്ചണിൽ ആയിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം മാത്രമാണ് ഒരു കുറ്റി വേണ്ടി ഗ്യാസ്. ഇതിപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 3 കുറ്റി 3 ദിവസം ഒരു കുറ്റിക്ക് നമുക്കിത് പറ്റും. LPG ക്ഷാമം ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ ഇതൊന്നും ഇത്രയൊന്നും പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോഴാണ് നമുക്ക് ഒരു രീതിയിലും നിവൃത്തിയില്ലാതെ നമുക്ക് കിട്ടാതെ വരുന്നത്. നമ്മൾ 3-4 തവണ വിളിച്ചാലാണ് ഗ്യാസ് ഏജൻസീസ് ഫോൺ എടുക്കുകയുള്ളൂ. ഫോൺ എടുത്തു കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം തരുന്നത്. ഒരിടത്ത് മാത്രം അവസ്ഥയല്ലേ, ഹോസ്റ്റലിന് മാത്രം കഥയല്ല നമ്മൾ പറയുന്നത്. ഹോട്ടലിലെ അവസ്ഥയും സമാനം തന്നെയാണ്. ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് എറണാകുളം നഗരത്തിൽ പലയിടത്തും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും വിറകിൻ്റെ സംവിധാനങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ഈ എറണാകുളം നഗരത്തിലെ ഹോട്ടലുകൾക്ക് പോലും ഉണ്ട്. ഇപ്പം നമ്മളിവിടെ കാണുന്നിടത്ത് വിറകടുപ്പും ഉണ്ട്, ഗ്യാസും ഉണ്ട്. ഗ്യാസിൽ ഇപ്പം നിലവിൽ ചോറ് മാത്രം, അരി മാത്രമേ വയ്ക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സംവിധാനവും അടുപ്പിലേക്ക് മാറ്റി. എന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാമ്പത്തികമായി പോലും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. എറണാകുളം പോലത്തെ ഒരു നഗരം എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിൽ നിന്നായിട്ട് ജോലി തേടി എത്തുന്ന ആളുകൾ, പഠിക്കാൻ വേണ്ടി എത്തുന്ന ആളുകളെല്ലാം ഹോസ്റ്റൽ സംവിധാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക. അപ്പം അവർക്ക് മുമ്പിൽ ഇനി ഇത് നടത്തുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ വിലവർധനമല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഈ മേഖലയുമായി പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്നടങ്കം പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.